അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റോനെ വാലെ ഹൻസിനെ ലഗെ, കരയുന്ന ആളുകൾ ചിരിക്കാൻ തുടങ്ങി എന്നാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ അർത്ഥം. റോന എന്ന് പറഞ്ഞാൽ കരയുക, ഹൻസിനെ ചിരിക്കുക. റോനെ വാലെ, കരയുന്ന ആളുകൾ ഹൻസിനെ ലഗെ, ചിരിക്കാൻ തുടങ്ങി. ഹെഡിങ് ഒന്ന് നോട്ട് ചെയ്യുക. റോനെ വാലെ ഹൻസിനെ ലഗെ, കരയുന്ന ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ചിരിക്കാൻ തുടങ്ങി. പുരാന ജമാൻ കി ബാത്ത് ഹെ, നമ്മൾ പറയില്ലേ പണ്ട് പണ്ട് ഒരു കഥ തുടങ്ങുമ്പോൾ മലയാളത്തിൽ അതേ ഒരു യൂസേജാണ്. പുരാന ജമാൻ കി ബാത്ത് ഹെ, പണ്ട് നടന്ന ഒരു കാര്യമാകുന്നു, സംഭവമാകുന്നു. കിസി ഗാവോമേം ഏക്ക് ബൂട്ടി ഔറത്ത് രഹ്തി തി, ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ താമസിച്ചിരുന്നു. ഔറത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ, രഹനാന താമസിക്കുക. ബൂട്ടി എന്ന് പറഞ്ഞാൽ വൃദ്ധയായ. കിസി ഗാവോമേ മേക്ക് ബൂട്ടി ഔറത്ത് രഹ്തി തി, ഏതൊരു ഗ്രാമത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ താമസിച്ചിരുന്നു. ഉസ്ക ഏക് ഹി ബേട്ട താ, അവൾക്ക് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പേരാണ് അംജദ്. ഉസ്ക ഏക് ഹി ബേട്ട താ, അവൾക്ക് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, അംജദ്. അംജദ് ഫൗജ് മേം ഭർത്തി ഹോക്കർ ബഹുത്ത് ദൂർ ചലാ ഗയാ താ. അംജദ്, ഫൗജ് എന്ന് പറഞ്ഞാൽ സൈന്യം, ഭർത്തി ഹോന എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ ചേരുക, അതിനെല്ലാമാണ് ഭർത്തി ഹോന എന്ന് പറയുക. അപ്പോൾ അംജദ് ഫൗജ് മേം ഭർത്തി ഹോക്കർ, അംജദ് സൈന്യത്തിൽ ചേർന്നിട്ട്, ബഹുത്ത് ദൂർ വളരെ ദൂരത്തേക്ക് ചലാ ഗയാ താ പോയിരുന്നു. ശ്രദ്ധിക്കുക, അംജദ് അപ്പോൾ സൈന്യത്തിൽ ചേർന്നിട്ടുണ്ട്, അതുപോലെ വീട്ടിലില്ല, വളരെ ദൂരത്തേക്ക് പോയിരുന്നു. ബുട്ടിയാക്കോ അപ്പിന ബേട്ട ബഹുത്ത് യാദ് ആത്താത്ത, ആ വൃദ്ധയായ സ്ത്രീക്ക് തൻ്റെ മകനെക്കുറിച്ച് ബഹുത്ത് യാദ് ആത്താത്ത, ചിന്ത വന്നിരുന്നു, ഓർമ്മ വന്നിരുന്നു. അതായത് മകനെക്കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഈ വൃദ്ധയായ സ്ത്രീക്ക് ഓർമ്മ വരും. ബുട്ടിയാക്കോ, ആ വൃദ്ധയായ സ്ത്രീക്ക് അപ്പിന ബേട്ട, തൻ്റെ മകനെക്കുറിച്ച് ബഹുത്ത് യാദ് വളരെയധികം ചിന്തകൾ, ഓർമ്മകൾ ആത്താത്ത വന്നിരുന്നു. ഓക്കെ, ഇതിൽ ഏത് പുതിയ വാക്കുകളൊക്കെയാണ് പുതിയ പഠിച്ചത് ഒന്ന് നോക്കൂ. ഇതിൽ പുരാന നിങ്ങൾക്കറിയായിരിക്കും. പുരാന എന്ന് പറഞ്ഞാൽ പണ്ട് നടന്ന എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് പുരാന എന്ന് പറയുക. അതുപോലെ ഗാവ് നിങ്ങൾക്കറിയാം, ഗ്രാമം. ബൂട്ടി എന്ന് പറഞ്ഞാൽ വൃദ്ധയായ, ബൂട്ടി എന്ന് പറഞ്ഞാൽ വൃദ്ധയായ എന്നാണ് അർത്ഥം. ഔറത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ. പിന്നെ ഫൗജ് നിങ്ങൾക്കറിയാം, ഫൗജ് എന്ന് പറഞ്ഞാൽ സൈന്യം. ഭർത്തി ഹോന എന്ന് പറഞ്ഞാൽ ഭർത്തി ഹോന എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ ചേരുക എന്നതിനൊക്കെയാണ് ഭർത്തി ഹോന പറയുക. പിന്നെ യാദ് ആന കണ്ടോ, യാദ് ആന എന്ന് പറഞ്ഞാൽ ഓർമ്മ വരിക, ചിന്ത വരിക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് പാരാഗ്രാഫിലേക്ക് കടക്കാം. ഏക് ദിൻ ബുട്ടിയാക്കോ അംജദ് കാ ഖത്ത് മില. ഏക് ദിൻ, ഒരു ദിവസം. ബുട്ടിയ എന്ന് പറഞ്ഞാൽ വൃദ്ധ. ഒരു ദിവസം ബുട്ടിയാക്കോ, ഈ വൃദ്ധയായ സ്ത്രീക്ക്, അംജദ് കാ ഖത്ത് മില, അംജദിൻ്റെ കത്ത് കിട്ടി. ഖത്ത് പറഞ്ഞാൽ കത്ത് കിട്ടി. ബുട്ടിയ ലിഖിന പഠന നഹി ജാൻതി തി, ഈ വൃദ്ധയായ സ്ത്രീക്ക് എഴുതാനോ വായിക്കാനോ നഹി ജാൻതി തി, അറിയുമായിരുന്നില്ല. ഓ ഖത്ത് ലേക്കർ, അവൾ ആ കത്ത് കൊണ്ടുവന്നിട്ട്, അപ്പിനെ മക്കാൻ കെ സാമനെ, തൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് ബെഡ് ഗയി ഇരുന്നു. ഓ ഇൻതിസാർ കർ രഹി തി, അവൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കെ എന്തെന്നാൽ, കൊയി രാസ്തേ സെ ഗുസരെ, ആരെങ്കിലും ആ വഴിയിലൂടെ കടന്നു പോകും. ഓർ ഉസ്സെ ഖത്ത് പഠിക്കർ, അവനെ കൊണ്ട് ഖത്ത് എന്ത് ചെയ്തിട്ട്, ആ കത്ത് വായിപ്പിച്ചിട്ട്, സുനാദെ കേൾക്കാം. ഉസ്കെ ഖത്ത് പഠിക്കർ, അവൻ ഖത്ത് വായിച്ചിട്ട് സുനാദെ കേൾപ്പിക്കാം. ഓക്കെ, അവനെ കൊണ്ട് ആ കത്ത് വായിപ്പിച്ചിട്ട് കേൾക്കാം എന്ന് അവിടെ ഇങ്ങനെ വിചാരിച്ചിട്ട് തൻ്റെ വീടിന് മുന്നിൽ ആ വൃദ്ധയായ സ്ത്രീ ഇങ്ങനെ ഇരിക്കുകയാണ്.
ഈ പുതിയ പാരഗ്രാഫിൽ ഏതൊക്കെ കിട്ടാത്തത് ഒന്ന് നോക്കൂ. ബുട്ടിയ, ബുട്ടിയ എന്ന് പറഞ്ഞാൽ വൃദ്ധ. നേരത്തെ നമ്മൾ പഠിച്ചു, നേരത്തെ എന്താണ് പഠിച്ചത്? ബൂട്ടി. ബൂട്ടി എന്ന് പറഞ്ഞാൽ അത് സിഫത്താണ്. ബൂട്ടി ഔറത്ത് എന്ന് പറഞ്ഞാൽ വൃദ്ധയായ സ്ത്രീ എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ പഠിച്ചത് ബുട്ടിയ. ബുട്ടിയ എന്ന് പറഞ്ഞാൽ നൗണാണ്. ബുട്ടിയ എന്ന് പറഞ്ഞാൽ ആ വൃദ്ധ എന്നാണ് അർത്ഥം. അപ്പോൾ ഓക്കെ, ബുട്ടിയ വൃദ്ധ. ഹത്ത് എന്ന് പറഞ്ഞാൽ, ഹത്ത് എന്ന് പറഞ്ഞാൽ കത്ത്. ഹത്ത് എന്ന് പറഞ്ഞാൽ കത്ത്. പിന്നെ ലിഖന പഠന നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലിഖന എഴുതുക, പഠന വായിക്കുക. ജാന എന്ന് പറഞ്ഞാൽ അറിയുക. ജാന എന്ന് പറഞ്ഞാൽ അറിയുക. ഇന്തിസാർ കർണ. ഇന്തിസാർ കർണ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് പറയുക. ഇന്തിസാർ കരഹി, അവൾ ഇങ്ങനെ കാത്തിരുന്നു അർത്ഥത്തിൽ. ഓക്കെ, ഈ പാരഗ്രാഫിൽ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. തോടി ദേർമേം, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏക്ക് ഫൗജി, ഒരു സൈനികൻ, ഉദർസ ഗുസറ, അതിലൂടെ കടന്നുപോയി. തോടി ദേർമേം, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏക്ക് ഫൗജി, ഒരു സൈനികൻ, ഉദര ഗുസറ, അതിലൂടെ കടന്നുപോയി. ബുട്ടിയാനെ ഉസെ റോക്ക, ആ വൃദ്ധയായ സ്ത്രീ, ഉസെ റോക്ക, അവനെ തടഞ്ഞു. റോക്കിന എന്ന് പറഞ്ഞാൽ തടയുക. അപ്പോൾ അവനെ തടഞ്ഞു നിർത്തി. അതായത് തടഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലൂടെ നടന്നു പോകുമ്പോൾ ആ സൈനികനെ, ആ വൃദ്ധയായ സ്ത്രീ റോക്കിന എന്ന് പറഞ്ഞാൽ തടയുക. അപ്പോൾ റോക്ക തടഞ്ഞു. और उसे खत पढ़ने को कहा, അവനോട് ആ കത്ത് വായിക്കാൻ പറഞ്ഞു. और उसे അവനോട് खत पढ़ने को कहा, ആ കത്തൊന്ന് വായിക്കാൻ പറഞ്ഞു. ആ കത്തൊന്ന് വായിക്കാൻ പറഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇത്രയും മതി. പിന്നെ കുട്ടികൾ ശ്രദ്ധിക്കുക, അതായത് നെക്സ്റ്റ് പാരഗ്രാഫിൽ ഈ സ്ഥലം മിസ്സായി പോയിട്ടുണ്ട്. അവിടെ എന്താണെന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് തരണം. അവിടെ ഏത് വാക്കാണ് മിസ്സായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാലും മതി ഏതാണ് ആ വാക്ക് എന്നുള്ളത്. ഇവിടെ കണ്ടോ, മിസ്സായിക്കണോ? ഈ ഭാഗം മിസ്സായിട്ടുണ്ട്. അവിടെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആരുടെയെങ്കിലും ബുക്കിൽ അവിടെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞാൽ മതി, അതായിരിക്കും നന്നാവുക. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.